റജബ് കഴിഞ്ഞു. റജബ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് റമദാനായി. റമദാൻ മാസത്തിലൊരു സംഭവം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബുവത്തിൻ്റെ 5-ാം വർഷം റമദാൻ മാസത്തിലൊരിക്കൽ ഒരു സാഹസികമായൊരു പ്രവൃത്തി ചെയ്തു. റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹസമായ പ്രവൃത്തി തന്നെയായിരുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഹറമിൽ ചെന്ന് ഉച്ചത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. ഉച്ചത്തിൽ പരസ്യമായി മക്കക്കാർക്ക് മുമ്പിൽ ഖുറൈശികളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഹറമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പാരായണം നടത്തിയിട്ടില്ല. അങ്ങനെ നുബുവത്തിൻ്റെ 5-ാം കൊല്ലം റമദാനിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുത്ത് നിന്ന് സൂറത്തുൻ നജ്മാണ് ഓതാൻ തുടങ്ങിയത്. വൻ നജ്മി ഇദാ ഹവാ എന്ന് പറയുന്ന സൂറത്ത്. അങ്ങനെ ആ സൂറത്ത് ഓതാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി ഓരോ സ്ഥലത്തെത്തി. അന്ന് വരെ വിശുദ്ധ ഖുർആൻ നേരിട്ട് കേൾക്കാത്ത ആളുകളുണ്ടായിരുന്നു ഖുറൈശികളിൽ. അവരൊക്കെ ആദ്യമായി വിശുദ്ധ ഖുർആൻ കേൾക്കുന്നൊരു സന്ദർഭം കൂടിയായിരുന്നു ഈ നുബുവത്തിൻ്റെ 5-ാം വർഷം ഉണ്ടായത്. അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ വെല്ലുവിളിക്കുന്നുണ്ട്. അന്നത്തെ സാഹിത്യ സാമ്രാട്ടുകളായിരുന്ന ഖുറൈശികളായ ആളുകളെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ വിവരിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിനും 150-200 കൊല്ലങ്ങൾക്കിടയിലാണ് ഇന്നും പഠിക്കുന്ന അറബി ഭാഷയിലെ ഏറ്റവും ഉന്നതമായ സാഹിത്യ കവിതകൾ രചിക്കപ്പെട്ട കാലം. അഥവാ അന്ന് അറബികൾ സാഹിത്യത്തിൽ അതിനിപുണരായിരുന്ന കാലമായിരുന്നു. അവർ അറബി ഭാഷ വളർന്നു വരുന്നൊരു കാലമൊന്നും ആയിരുന്നില്ല. വളർന്ന് വികസിച്ച് അത്രത്തോളം സാഹിത്യങ്ങൾ ആളുകൾക്കൊക്കെ മനസ്സിലാകുന്ന കാലമായിരുന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂറത്തുൻ നജ്മ് പാരായണം കേട്ട് ആളുകൾക്ക് മനസ്സിൽ അവർക്കൊരു വല്ലാത്തൊരു അഭിനിവേശം വിശുദ്ധ ഖുർആനോടുണ്ടായി. സൂറത്തുൻ നജ്മ് പാരായണം ചെയ്ത് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. സൂറത്തുൻ നജ്മ് അവസാനിക്കും നമുക്കറിയാം സുജൂദിൻ്റെ ആയത്തൂറാണ്, തിലാവത്തിൻ്റെ സുജൂദ്. ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു എന്ന് പറഞ്ഞാണ് ആ ആയത്ത് സൂറത്ത് അവസാനിക്കുന്നത്. ആ സൂറത്ത് അവസാനിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്ത് ഓതി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു. ഇത് കേട്ടുകൊണ്ടിരുന്ന ഖുറൈശികളായ ആളുകൾക്ക് സുജൂദ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. അവരത്രത്തോളം വിശുദ്ധ ഖുർആൻ കേട്ട് ഒരു സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അവരും സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്തു പോയി. സുജൂദ് ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, മുശ്രിക്കീങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നീട് പല ഭാഗത്തു നിന്നും ആളുകളൊക്കെ ചോദിച്ചു, എന്താണ് നിങ്ങൾ സുജൂദ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പല ന്യായങ്ങളൊക്കെ പറഞ്ഞു നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സൂറത്തുൻ നജ്മിൽ അവരുടെ ലാത്തിനെയും ഉസ്സയും മനാത്തെയും ഒക്കെ പൊക്കി പറഞ്ഞുകൊണ്ട് അവരുടെ വിഗ്രഹങ്ങളെ സ്തുതിച്ചുകൊണ്ട് ഒരായത്ത് ഓതി, അതുകൊണ്ടാണ് ഞങ്ങൾ സുജൂദ് ചെയ്തത് എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ആയത്ത് ഓതിയിട്ടില്ല. അത് ചരിത്രത്തിൽ കാണാം. തിൽക്കൽ ഖറാനിഖത്തുൽ ഉല എന്ന് പറയുന്ന ഒരു ആയത്ത്, അവരുടെ വിഗ്രഹങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അതുപോലെ തന്നെ അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്ന് അർത്ഥം വരുന്ന 2 ആയത്തുകൾ ഓതി എന്നവർ പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതിയിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ സംഭവം പക്ഷേ അന്ന് പരന്നു, ആളുകൾക്കിടയിൽ പരന്നു. ഇത് പരന്നു എന്ന് പറഞ്ഞാൽ എത്യോപ്യയിൽ ആദ്യം ഹിജ്റയ്ക്ക് പോയ ആ 12 പുരുഷന്മാരും 4 സ്ത്രീകളും ഉള്ള സംഘം അവരുടെ അടുക്കൽ ഈ വാർത്ത എത്തി. അവരുടെ അടുത്ത് ഈ വാർത്ത എത്തിയത് നേരെ ഉൾട്ടയായിട്ടാണ്, നേരെ ഓപ്പോസിറ്റായിട്ടാണ്. അവർ വാർത്ത എത്തിയപ്പോൾ മക്കക്കാരൊക്കെ മുസ്ലിമായി എന്നുള്ള വാർത്തയാണ് എത്തിയത്. മക്കക്കാരൊക്കെ മുസ്ലിമായി, പ്രവാചകൻ്റെ കൂടെ അതാ സുജൂദൊക്കെ ചെയ്തു എന്ന രൂപത്തിലാണ് വാർത്ത എത്തിയത്. അപ്പോൾ അവർ റമദാൻ കഴിഞ്ഞ അടുത്ത ശവ്വാലിൽ തന്നെ അവരെന്ത് ചെയ്തു? എത്യോപ്യയിൽ നിന്ന് തിരിച്ചു വന്നു. എത്യോപ്യയിൽ നിന്ന് തിരിച്ചു വന്ന് മക്കയിലേക്ക് എത്താൻ ഇനി ഒരു ദിവസം മാത്രമേ ഇനി യാത്രയുള്ളൂ. ആ അവസ്ഥയിൽ അത്ര ദൂരത്തിൻ്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് അവർ സത്യാവസ്ഥ അറിയുന്നത്. മക്കക്കാരൊന്നും മുസ്ലിമായിട്ടില്ല, സംഭവിച്ചത് ഇങ്ങനെയാണെന്ന് അവരറിയുന്നത്. അങ്ങനെ അവരിലുള്ള കുറച്ചാളുകൾ തിരിച്ചുപോയി. പക്ഷേ കുറച്ചാളുകൾ തിരിച്ചു പോയില്ല. അവർ വീണ്ടും എന്തായാലും ഇത്ര വരെ വന്നു, ഈ മക്കയിലേക്ക് കയറാം എന്ന് കരുതി ചില ആളുകളുടെയൊക്കെ സംരക്ഷണം ഏറ്റെടുത്തു. ചില ആളുകൾ, മുശ്രിക്കീങ്ങളെ ആളുകൾ തന്നെ അഭയം കൊടുത്തു. അങ്ങനെ ആ രൂപത്തിൽ അവർ മക്കയിലേക്ക് പ്രവേശിച്ചു. പിന്നീടും നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് വീണ്ടും ആക്രമണങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്രാവശ്യം ഖുറൈശികൾ കുറച്ചുകൂടി ജാഗ്രതയിലായി. കാരണം എത്യോപ്യയിലേക്ക് ഹിജ്റ പോകാൻ മാത്രം, നമ്മളെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ട് രക്ഷപ്പെടാൻ മാത്രമൊക്കെ മുസ്ലിങ്ങൾ വളർന്നു എന്നവർക്ക് തോന്നി. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി നിരീക്ഷണമൊക്കെ കൂടി മുസ്ലിങ്ങളുടെ മേൽ. അങ്ങനെ 2ാമത്തെ ഹിജ്റയുടെയും ഒരു അവസ്ഥ ഉണ്ടാകേണ്ടി വന്നു. രണ്ടാമതും എത്യോപ്യയിലേക്ക് ഹിജ്റ പോകേണ്ട ആവശ്യം വന്നു. കാരണം ഇപ്രാവശ്യം കുറച്ചും കൂടി കഠിനമാണ് ഹിജ്റ. കാരണം മക്കക്കാർ രാത്രിയിൽ പോലും നിരീക്ഷണത്തിൽ നിന്ന് അവരെ വിടില്ല. കാരണം മുമ്പ് അവർക്കൊരു അനുഭവം ഉണ്ടല്ലോ. പക്ഷേ രണ്ടാമതും അവർ ഹിജ്റ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു സംരക്ഷണവും കൊണ്ട് രണ്ടാമത് ഹിജ്റ പോയത് 83 പുരുഷന്മാരും 18-19 സ്ത്രീകളൊക്കെയാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഒക്കെ ഈ ഘട്ടത്തിൽ ഹിജ്റ പോയ ആളാണ്. അങ്ങനെ ഈ ഒരു വലിയ സംഘം പിന്നീട് ഹിജ്റ പോയി. ആ സംഘത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനായ അബൂ ത്വാലിബിൻ്റെ മകനായ ജാഫർ റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട്. ഈ ഹിജ്റ പോകുന്നത്
നമ്മളൊന്ന് ആലോചിക്കണം, ആദ്യകാല മുസ്ലിങ്ങളാണ്. ഈ ഹിജറ പോകുന്ന ആളുകൾ പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലില്ല. ഇവർ പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് അവർ കടന്നു വരുന്നത് ഹിജറ കഴിഞ്ഞ് പ്രവാചകൻ സ്വലം മദീനയിലെത്തി 6 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അന്ന് വരെ ബദറും ഉഹ്ദുമൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കണം, അത്രത്തോളം ഭയാനകമായൊരു സ്ഥിതിയിൽ നിന്നാണ് അവർ ആ നാട് വിട്ടുപോയത്. പിന്നീട് അവർക്ക് വരാൻ കഴിയുന്നത് 6-7 കൊല്ലം കഴിഞ്ഞ് ബദറും ഉഹ്ദും അഹ്സാബും ഖന്തക്കും അതൊക്കെ കഴിഞ്ഞ് ഇസ്ലാമിലെ കുറേ പ്രധാനപ്പെട്ടതൊക്കെ കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അവർ വരുന്നത്.